ഹായ് അഡ്വൻ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഹാർ കി ജീത്ത് എന്ന സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത് ശ്രീ സുദർശൻ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് കിടക്കാം. माँ को अपने बेटे और किसान को अपने लहलहाते खेत देखकर जो आनंद आता है वही आनंद बाबा भारती को अपना घोड़ा देकर आता था. അപ്പം എങ്ങനെയാണോ അമ്മയ്ക്ക് തൻ്റെ മക്കളെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നത്, എങ്ങനെയാണോ കർഷകർക്ക് തൻ്റെ നല്ല രീതിയിൽ പച്ച പിടിച്ച് നിൽക്കുന്ന ആ വയലുകളൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നത്, അത്തരമൊരു സന്തോഷമാണ് ബാബ ഭാരതിക്ക് തൻ്റെ കുതിരയെ കാണുമ്പോൾ തോന്നാറുള്ളത് എന്നാണ് പറയുന്നത്. ഭഗവത് ഭജൻ സെ ജോ സമയ ബച്ച്ത വ ഘോഡെ കോ അർപ്പൺ ഹോ ജാത്ത. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഒഴിഞ്ഞിട്ടൊരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം അദ്ദേഹം കൊടുക്കുന്നത് ഈ ഒരു ഘോഡയെ, ഈ ഒരു കുതിരയെ നോക്കാൻ വേണ്ടിയിട്ടാണ്. वह घोड़ा बड़ा सुंदर था, बड़ा बलवान, उसके जोड़ का घोड़ा सारे इलाके में ना था. അപ്പം ഈ ഒരു കുതിര ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു കുതിരേനെ ആയിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കുതിരയും ആ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇലാക്ക എന്ന് പറഞ്ഞ ലൊക്കാലിറ്റി. बाबा भारती उसे सुल्तान कहकर पुकारते, अपने हाथ से खरहरा करते, खुद दाना खिलाते और देख देख कर प्रसन्न होते. അപ്പോൾ ഈ ഒരു കുതിരയുടെ എല്ലാ കാര്യങ്ങളും ഈ ബാബ ഭാരതി തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഈ കുതിരേനെ സുൽത്താൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പനെ ഹാത്ത് സെ ഖർഹറ കർത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഖർഹറ എന്ന് പറയുന്നത് കുതിരയുടെ ശരീരത്തിൽ നിന്ന് അഴുക്കും പൊടിയൊക്കെ റിമൂവ് ചെയ്യുന്ന മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം അതൊക്കെ അദ്ദേഹം തന്നെയാണ് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് ഈ കുതിരയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ അതിനുള്ള ഫുഡ് കൊടുക്കുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതൊക്കെ ബാബ ഭാരതി തന്നെയായിരുന്നു. എന്നിട്ട് ഈ കുതിരയെ നോക്കി നോക്കി സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നു അദ്ദേഹം. ഉन्होंने रुपया, माल, असबाब, जमीन आदि अपना सब कुछ छोड़ दिया था, यहाँ तक कि उन्हें नगर के जीवन से भी घृणा थी. അപ്പം നഗരത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലവും പൈസയൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റുപ്പയ, മാൽ, അസ്ബാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ സാധനങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ വെൽത്തിനെ കാണിക്കുന്ന കാര്യങ്ങൾ, ജമീൻ, ലാൻഡ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം വിട്ടിട്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിനാണെങ്കിൽ ഈ നഗരത്തിലെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു വെറുപ്പോടെയാണ് അദ്ദേഹം പറയുന്നത്. अब गांव से बाहर एक छोटे से मंदिर में रहते और भगवान का भजन करते थे. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ആ ഗ്രാമത്തിൽ നിന്ന് പുറത്ത് ഒരു അമ്പലത്തിലാണ് താമസിക്കുന്നത്. എന്നിട്ട് എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. मैं सुल्तान के बिना नहीं रह सकूंगा, उन्हें ऐसी भ्रांति सी हो गई थी, वे उसकी चाल पर लट्टू थे. അപ്പം അദ്ദേഹം പറയുന്നത് ഞാൻ സുൽത്താൻ ഇല്ലാണ്ട് ജീവിക്കുകയില്ല, അങ്ങനെ ഒരു വിഭ്രാന്തി പോലെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പം ഈ കുതിര ഇങ്ങനെ നടക്കുന്ന രീതിയുടെ ഫാനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ കുതിര ഇങ്ങനെ നടക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമായിരുന്നു. कहते ऐसे चलता है जैसे मोर घटा को देखकर नाच रहा हो. അപ്പം അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചിരുന്നത്, ഈ കുതിര നടക്കുന്നത് കാണുമ്പോൾ അതിനെ വിശേഷിപ്പിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മയില് മേഘത്തെ കാണുമ്പോൾ, മഴക്കാറൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണോ നൃത്തം ചെയ്യുന്നത് അതുപോലെയാണ് ഈ കുതിര നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ജബ് തക് സന്ധ്യാസമയ സുൽത്താൻ पर ചഡ്കർ 8-10 മീൽ കാ ചക്കർ ന ലഗാ ലേത്തെ ഉനെ ചാൻ ന ആത്ത. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ ഈ വൈകുന്നേരം സന്ധ്യാസമയത്ത് സുൽത്താൻ്റെ പുറത്ത് കയറിയിട്ട് ഒരു 8-10 മൈല് ദൂരം ഇങ്ങനെ കറങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടാത്ത പോലെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ ആയിരുന്നു ബാബ ഭാരതി, രണ്ടാമത്തെയാണ് സുൽത്താൻ ആ കുതിര, മൂന്നാമത്തെ ക്യാരക്ടറാണ് ഖഡക് സിംഗ്. അപ്പോൾ ഈ 3 ക്യാരക്ടേഴ്സിനെ കുറിച്ച് തന്നെ ഈ കഥയിൽ പറയുന്നുള്ളൂ. ഖഡക് സിംഗ് ഉസ് ഇലാക്കെ കാ പ്രസിദ്ധ ഡാക്കു ഥാ. അപ്പോൾ ഖഡക് സിംഗ് എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിലെ ഒരു കൊള്ളക്കാരനായിരുന്നു. ലോഗ് ഉസ്കാ നാം സുൻകർ കാംപ്തേ ഥേ. അപ്പോൾ അയാളുടെ പേര് കേട്ട ആളുകൾ വിറയ്ക്കുമായിരുന്നു. ഹോത്തെ ഹോത്തെ സുൽത്താൻ കി കീർത്തി ഉസ്കെ കാനോ തക് ബി പഹുഞ്ചി. അപ്പോൾ ഈ കുതിരയുടെ അത്ര ഭംഗിയുള്ള കുതിരകളൊന്നും ആ നാട്ടിൽ വേറെ ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഖഡക് സിംഗും ഇങ്ങനൊരു കുതിര ആ നാട്ടിലുള്ള കാര്യം അറിഞ്ഞു. ഉസ്കാ ഹൃദയ ഉസെ ദേഖ്നെ കെ ലിയെ അധീർ ഹോ ഉഠ. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി
खड़क सिंह ने। वह एक दिन दोपहर के समय बाबा भारती के पास पहुंचा और नमस्कार करके बैठ गया। बाबा भारती ने पूछा, खड़क सिंह क्या हाल है? അപ്പോൾ ഒരു ദിവസമാണെങ്കിൽ ഈ ബാബ ഭാരതിയുടെ വീട്ടിലേക്ക് ഖഡക് സിംഗ് പോയി, എന്നിട്ട് അദ്ദേഹത്തോട് നമസ്കാരം പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ബാബ ഭാരതി ചോദിക്കുകയാണ് ഖഡക് സിംഗ് എന്തൊക്കെ ഉണ്ട് എന്ന്. खड़क सिंह ने सिर झुकाकर उत्तर दिया, आपकी दया है, कहो इधर कैसे आ गए? അപ്പം ഖഡക് സിംഗ് ആണെങ്കിൽ ഭയങ്കര എളിമയോടെ തന്നെ ഇങ്ങനെ തലയൊക്കെ കുനിച്ചിരുന്നിട്ട് സംസാരിക്കുകയാണ്. കഹോ ഇധർ कैसे आ गए? അപ്പോൾ ബാബ ചോദിക്കുകയാണ് എന്താണ് ഇങ്ങോട്ട് വരാനുള്ള കാരണം? സുൽത്താൻ കി ചാഹ് ഖീച്ച് ലായി. അപ്പം സുൽത്താനോടുള്ള ഇഷ്ടം, ചാഹ്, ഖീച്ച് ലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്നെ ഇങ്ങോട്ട് വലിച്ച് കൊണ്ടുവന്നത്, അട്രാക്ട് ചെയ്തതെന്നാണ് ഉദ്ദേശിച്ചത്. വിചിത്ര ജാൻവർ ഹെ, ദേഖോഗെ തോ പ്രസന്ന ഹോ ജാओगे. അപ്പോൾ ബാബ ഭാരതി പറയാണ് വിചിത്രമായിട്ടുള്ള ഒരു ആനിമലാണ്, ഒരു മൃഗമാണ്, അതിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിനക്ക് ഒരു പ്രസന്നത ഫീൽ ചെയ്യും എന്ന് പറയാണ്. മാനി ബി ബഡി പ്രശംസ സുനി ഹെ. അപ്പോൾ ഖഡക് സിംഗ് പറയാ ഞാനും അതിനെക്കുറിച്ച് ഒരുപാട് പ്രശംസ കേട്ടിട്ടുണ്ട്. ഉസ്കി ചാൽ തുമ്ഹാര മൻ മോഹ് ലേഗി. അപ്പോൾ ബാബ പറയാണ് അത് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് അതിനോട് ഒരു മോഹം തോന്നും എന്ന്. कहते हैं देखने में भी बहुत सुंदर है. അപ്പോൾ ഖഡക് സിംഗ് പറയാണ് ആളുകൾ പറയുന്നത് കാണാനും നല്ല ഭംഗിയാണ് എന്നാണല്ലോ എന്ന് പറയാണ്. क्या कहना, जो उसे एक बार देख लेता है उसके हृदय पर उसकी छवि अंकित हो जाती है. അപ്പോൾ ബാബ പറയാണ് എന്ത് പറയാനാണ്, ആരെങ്കിലും ഒരു പ്രാവശ്യം സുൽത്താനെ കണ്ടിട്ടുണ്ടെങ്കിൽ സുൽത്താൻ്റെ ആ ഒരു രൂപം, ഛവി എന്ന് പറഞ്ഞാൽ അതാണ്, ആ ഒരു രൂപം ആ കാണുന്ന ആളുടെ മനസ്സിൽ അങ്ങോട്ട് പതിയും എന്നാണ് പറയുന്നത്. बहुत दिनों से अभिलाषा थी, आज उपस्थित हो सका हूँ. അപ്പം ഖഡക് സിംഗ് പറയാണ് ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഇന്നാണ് എനിക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റിയത്. ബാബ ഭാരതി ഓർ ഖഡക് സിംഗ് അസ്തബൽ മേ പहुंचे. അപ്പം അസ്തബൽ എന്ന് പറയുന്നത് സ്റ്റേബിൾ തന്നെയാണ്, കുതിരനെ വളർത്തുന്ന സ്ഥലം. ബാബാനെ ഘോഡ ദിഖായ ഘമണ്ഡ് സെ, ഖഡക് സിംഗ് നെ ദേഖ ആശ്ചര്യ സെ. അപ്പോൾ ബാബ ഭാരതി ആണെങ്കിൽ ഭയങ്കര അഭിമാനത്തോടു കൂടി, ഘമണ്ഡ് എന്ന് വെച്ചാൽ ശരിക്കും അഭിമാനമല്ല, അഹങ്കാരം എന്നാണ്. അപ്പം അങ്ങനെ കാണിച്ചു കൊടുത്തു. ഖഡക് സിംഗ് ആണെങ്കിൽ ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഉസ്നെ സैकड़ों घोड़े देखे थे परंतु ऐसा बांका घोड़ा उसकी आंखों से कभी न गुजरा था. അപ്പം ആശ്ചര്യം തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ ഖഡക് സിംഗ് ഒരുപാട് കുതിരകളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ബാങ്ക ഘോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ള, ഇത്രയും യുണീക്ക് ആയിട്ടുള്ള, ബാങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക്ക് എന്നാണ് പറയുന്നത്, ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു കുതിരയെ മുൻപ് കണ്ടിട്ടില്ല. ആഖോസെ കബീന ഗുസ്ര എന്ന് വെച്ചാൽ കണ്ണിന് മുന്നിലൂടെ പോയിട്ടില്ല എന്നുള്ളതാണ്. ഗുസർന എന്ന് വെച്ചാൽ പാസ് ചെയ്യുക. सोचने लगा भाग्य की बात है, ऐसा घोड़ा खड़क सिंह के पास होना चाहिए था. അപ്പം ഖഡക് സിംഗ് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഓ ഭാഗ്യം തന്നെ ഇങ്ങനൊരു കുതിര എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഇസ് സാധു കോ ऐसी चीज़ों से क्या लाभ. ഈ സാധുവിന് ഇപ്പം ഇങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്ത് ലാഭമാണ്, എന്താണ് ഒരു ഗുണമുള്ളത്? കുച്ച് ദേർ തക് ആശ്ചര്യ സെ ചുപ്ചാപ് ഖടാ രഹ. അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ ആശ്ചര്യത്തോടെ മിണ്ടാണ്ട് അവിടെ തന്നെ നിന്നു. ഇസ്കെ പശ്ചാത് ഉസ്കെ ഹൃദയ മേ ഹൽചൽ ഹോനെ ലഗി. അങ്ങനെ കുറച്ചു നേരം നിന്നപ്പോൾ ഈ ഖഡക് സിംഗിന്റെ മനസ്സിൽ വേറെ ചിന്തകളൊക്കെ വരാൻ വേണ്ടി തുടങ്ങി. ബാലകോं किसी अधीरता से बोला परंतु बाबाजी इसकी चाल ना देखी तो क्या. അപ്പം കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാണ്ട് നിന്നു എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാബയുടെ അടുത്ത് ഖഡക് സിംഗ് പറയാണ്, ബാബാജി ഇത് നടക്കുന്നത് കണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ കണ്ടു എന്ന് പറയാൻ പറ്റാന്ന്. ദൂസരേക്ക് मुख से सुनने के लिए उनका हृदय अधीर हो गया. അപ്പോൾ ഖഡക് സിംഗ് ഇത് എന്താ ചോദിക്കാത്തതെന്നാണ് ബാബ ഭാരതി വിചാരിച്ചുകൊണ്ടിരുന്നത്. घोड़े को खोलकर बाहर गए, घोड़ा वायु वेग से उड़ने लगा. उसकी चाल को देखकर खड़क सिंह के हृदय पर सांप लेट गया. അപ്പോൾ ഇത് കേട്ടതും ബാബ ഭാരതി ചെന്നിട്ട് കുതിരയെ അഴിച്ചു വിട്ടു. കുതിര ഓടാൻ വേണ്ടി തുടങ്ങി, അതും വായു വേഗത്തിൽ ഓടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്, അത്രയും സ്പീഡിലാണ് ഓടുന്നത്. उसकी चाल को देखकर खड़क सिंह के हृदय पर सांप लेट गया. वह डाकू था और जो वस्तु उसे पसंद आ जाए उस पर वह अपना अधिकार समझता था. उसके पास बाहुबल था और आदमी भी. जाते जाते उसने कहा, बाबा जी मैं यह घोड़ा आपके पास ना रहने दूंगा. അപ്പം
ഇങ്ങനെ നിന്നപ്പോഴാണ് ഖഡക് സിംഗിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങിയത്. ഖഡക് സിംഗ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഡാക്കു അല്ലേ, ഞാൻ വലിയൊരു കൊള്ളക്കാരനാണ്, എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടോ അത് ഞാൻ എൻ്റെ സ്വന്തമാക്കിയിട്ടേ അടങ്ങുള്ളൂ, അങ്ങനെയാണ് ഇന്നേ വരെ ചെയ്തിട്ടുള്ളത്. എനിക്കാണെങ്കിൽ കൈക്കരുത്തും ഉണ്ട്, എൻ്റെ കൂടെ ആളുകളും ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ സ്വന്തമാക്കാലോ എന്നുള്ള ചിന്തയാണ് വരുന്നത് ഖഡക് സിംഗിന്റെ മനസ്സിൽ. അങ്ങനെ ഈ കുതിര ഓടിക്കൊണ്ടിരുന്നപ്പോൾ പോണ വഴിക്ക് ഖഡക് സിംഗ് ഇങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് ബാബ ഭാരതിന്റെ അടുത്ത്, ഈ കുതിരനെ അധികം നാള് നിങ്ങളുടെ അടുത്ത് നിർത്തില്ല എന്ന്. ബാബ ഭാരതി ഡർ ഗയി. അപ്പൊ ഇത് കേട്ടപ്പോൾ ബാബ ഭാരതിക്ക് പേടിയാവാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഉन्हें रात को नींद न आती, सारी रात अस्तबल की रखवाली में कटने लगी. അപ്പൊ അദ്ദേഹത്തിനാണെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, എപ്പോഴും ഈ സ്റ്റേബിളിന്റെ പുറത്ത് തന്നെ ഈ കുതിരേനെ ഗാർഡ് ചെയ്തുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ അദ്ദേഹം. പ്രതീക്ഷൻ ഖഡക് സിംഗ് കാ ഭയ ലഗാ രഹത്ത, പരന്തു കൈ മാസ് ബീത് ഗയേ ഓർ വ ന ആയ. അപ്പൊ എപ്പോഴും ഈ ഖഡക് സിംഗിനെ കുറിച്ചിട്ടുള്ള ഒരു പേടിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഒരുപാട് മാസങ്ങൾ കടന്നുപോയി, ഖഡക് സിംഗ് വന്നില്ല. യഹാ തക് കി ബാബ ഭാരതി കുछ असावधान हो गए और इस भय को स्वप्न के भय की नाई മിഥ്യ സമജ്നെ ലഗെ. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാവാണ്ടായപ്പോൾ ബാബ ഭാരതി എന്ത് കരുതാൻ വേണ്ടിയിട്ട് തുടങ്ങി, അദ്ദേഹം ഇത്രയും നാൾ ഭയങ്കര കെയർഫുൾ ആയിരുന്നു, ഇപ്പം അത്ര കെയർഫുൾ ആയിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു ഭയത്തെ സ്വപ്നത്തിൽ കണ്ട് പേടിച്ച ഒരു കാര്യമായിട്ട്, അങ്ങനെയുള്ളൊരു ഭയമായിട്ട് അദ്ദേഹം മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു മിഥ്യയാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അദ്ദേഹം വിചാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. സന്ധ്യ കാ സമയ ഥാ, ബാബ ഭാരതി സുൽത്താൻ കി പീഠ് പർ സവാർ ഹോക്കർ ഘൂമനെ ജാ രഹേ थे. അപ്പം സന്ധ്യ സമയമാണ്, സുൽത്താന്റെ പുറത്ത് കയറിയിട്ട് ബാബ ഭാരതി സവാരിക്ക് വേണ്ടി പോകുമായിരുന്നു. ഇസ് സമയ ഉൻകി ആഖോ മേ ചമക് ഥി, മുഖ് പർ പ്രസന്നത. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഭയങ്കര ഹാപ്പി ആയിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു തിളക്കം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കബി ഘോഡെ കെ ശരീർ കോ ദേഖ്തെ, കബി ഉസ്കെ രംഗ് കോ ഓർ മൻ മേ ഹൂലെ ന സമാത്തെ थे. അപ്പം കുറച്ച് സമയം ഈ കുതിരയുടെ ശരീരം നോക്കും, അതുപോലെ തന്നെ അതിൻ്റെ കളറ് നോക്കും. ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് ഇരിക്കാനേ പറ്റുണ്ടായിരുന്നില്ല. അതാണ് ഈ ഖുഷി സെ ഭൂലെ ന സമാത്തെ थे എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സഹസ ഏക് ഓർ സെ ആവാസ് ആയി, ഓ ബാബ ഇസ് കംഗ്ലേ കി സുൻതെ ജാന. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം സന്തോഷത്തോടെ ഇങ്ങനെ കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സൈഡിൽ നിന്ന് ഒരു ശബ്ദം ഇങ്ങനെ കേട്ടത്, ഓ ബാബ ഇസ് കംഗ്ലേ കി സുൻതെ ജാന, ഈ പാവപ്പെട്ടവന് പറയാനുള്ളതൊന്ന് കേട്ടിട്ട് പോണേ എന്നിങ്ങനെ ഒരാൾ സൈഡിൽ നിന്ന് വിളിച്ചു പറയാണ്. ആവാസ് മേ കരുണ ഥി, ബാബാനെ ഘോഡെ കോ റോക്ക് ലിയ. അപ്പം ഇത് കേട്ടപ്പോൾ അദ്ദേഹം ആ കുതിരയെ അവിടെ നിർത്തി. ദേഖ ഏക് അപ്പാഹിജ് വൃക്ഷ കി ഛായ മേ പടാ കരാഹ് രഹാ ഹെ. അപ്പൊ നോക്കിയപ്പോൾ ഒരു അപ്പാഹിജ് എന്ന് പറഞ്ഞാൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാള് എന്താണ് ഒരു മരത്തിന്റെ തണലിൽ ഇങ്ങനെ കിടന്നിട്ട് ദയനീയമായിട്ട് വിളിക്കുകയാണ്. ബോലെ ക്യോ തുമേ ക്യാ കഷ്ട് ഹെ. അപ്പം ബാബ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് പ്രശ്നം? അപ്പാഹിജ്നെ ഹാത്ത് ജോഡ്കർ കഹ, ബാബ മേ ദുഖിയാരാ ഹൂം, മുജ് പർ ദയാ കരോ. അപ്പൊ ഈ അപ്പാഹിജ് എന്ത് ചെയ്തു, കൈ കൂപ്പിയിട്ട് പറഞ്ഞു, ബാബ മേ ദുഖിയാരാ ഹൂം, ഞാൻ വളരെയധികം ദുഃഖിതനാണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞു. राम वाला यहाँ से 3 मील है, मुझे वहाँ जाना है, घोड़े पर चढ़ा लो, പരമാത്മ ഭല കരേഗ. അപ്പോൾ ഇങ്ങനെ പറയാണ്, രാംവാല എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് ഒരു 3 മൈൽ ദൂരെയാണ്. അപ്പോൾ എനിക്ക് അവിടേക്കാണ് പോകേണ്ടത്, എന്നെ ഈ കുതിരപ്പുറത്തൊന്ന് കയറ്റിയിട്ട് കൊണ്ടുപോകൂ, അങ്ങനെയാണെങ്കിൽ ഈശ്വരനെ അനുഗ്രഹിക്കുമെന്ന് പറയാണ്. വഹാ തുമ്ഹാര കോൺ ഹെ. അപ്പോൾ ബാബ ചോദിച്ചു, അവിടെ നിങ്ങളുടെ ആരാണുള്ളത്? ദുർഗാദത്ത് वैद्य का नाम आपने सुना होगा, मैं उनका सौतेला बाई हूँ. അപ്പം ആ ഒരു ഹാൻഡിക്യാപ്ഡ് അയാൾ പറയാണ്, ദുർഗാദത്ത് വൈദ്യനെ കുറിച്ച് കേട്ടിട്ടില്ലേ, അദ്ദേഹത്തിന്റെ സ്റ്റെപ്പ് ബ്രദറാണ് ഞാനെന്ന് പറയാണ്. बाबा भारती ने घोड़े से उतरकर अपाहिज को घोड़े पर सवार किया और स्वयं उसकी लगाम पकड़कर धीरे धीरे चलने लगे. सहसा उन्हें एक झटका सा लगा और लगाम हाथ से छूट गई. അപ്പോൾ ബാബ ഭാരതി ഇത്രയും കേട്ടിട്ട് എന്ത് ചെയ്തു, ആ ഹാൻഡിക്യാപ്ഡ് ആയ ആളെ എടുത്തിട്ട് ഈ കുതിരപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഈ കുതിരേനെ കെട്ടിയിട്ടുള്ള ആ ഒരു കയറ് അത് കയ്യിൽ പിടിച്ചിട്ട് കൂടെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷെ പെട്ടെന്നാണ് അദ്ദേഹം ഷോക്ക്ഡ് ആയത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ കൺട്രോൾ, ആ കുതിരേനെ കെട്ടിയിട്ടുണ്ടായിരുന്ന കയറ് അത് വിട്ടുപോയി.
उनके आश्चर्य का ठिकाना न रहा जब उन्होंने देखा कि अपाहिज घोड़े की पीठ पर तनकर बैठा है और घोड़े को दौड़ाए लिए जा रहा है. ആശ്ചര്യത്തിന്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ ഹാൻഡിക്യാപ്ഡ് ആണെന്ന് കാണിച്ച ആള് ഇപ്പൊ കുതിരപ്പുറത്ത് കയറി ഇരുന്നിട്ട് അതും സ്റ്റേൺ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നേരത്തെ കണ്ട പോലത്തെ ആളെ അല്ല. അതുപോലെ തന്നെ കുതിരേനെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഉൻകെ മുഖ് സെ ഭയ് വിസ്മയ് और निराशा से मिली हुई चीख निकल गई. അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭയം, വിസ്മയം, അതുപോലെ തന്നെ നിരാശ കാരണം അതെല്ലാം മിക്സ് ആയിട്ട് ഉള്ള ഒരു അലർച്ചയാണ് അദ്ദേഹം പുറപ്പെടുവിച്ചത്. വ അപാഹിജ് ഡാക്കു ഖഡക് സിംഗ് ഥ. അപ്പോൾ ആ അപാഹിജ് ആയിട്ട് വന്നിരുന്നത് അയാൾ ആക്ട് ചെയ്യായിരുന്നു. ഖഡക് സിംഗ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഖഡക് സിംഗ് ആണ് ആ ഹാൻഡിക്യാപ്ഡ് ആയ ആളെ പോലെ അവിടെ ഇരുന്നിരുന്നത്. ബാബ ഭാരതി കുച്ച് ദേർ തക് ചുപ് രഹെ और कुछ समय पश्चात कुछ निश्चय करके पूरे बल से चिल्लाकर बोले जरा ठहर जाओ. അപ്പോൾ ബാബ ഭാരതി കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതെ അവിടെ നിന്നു. കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ചിട്ട് എന്തോ തീരുമാനിച്ചിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു, ഫുൾ ഫോഴ്സ് എടുത്തിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, जरा ठहर जाओ, ഒന്ന് നിൽക്കൂ. खड़क सिंह ने यह आवाज सुनकर घोड़ा रोक लिया और उसकी गर्दन पर प्यार से हाथ फेरते हुए कहा, बाबाजी यह घोड़ा अब न दूंगा. അപ്പോൾ ഖഡക് സിംഗ് ആണെങ്കിൽ ഈ ശബ്ദം കേട്ടിട്ട് അവിടെ കുതിരയെ നിർത്തി. പക്ഷെ ആ കുതിരയുടെ കഴുത്തിൽ ഒന്നിങ്ങനെ തലോടിയിട്ട് പറഞ്ഞു, ബാബാജി യ ഘോഡ അബ് ന ദൂംഗ, ഈ കുതിരയെ ഇനി ഞാൻ തരില്ല ബാബാജി എന്നിങ്ങനെ പറഞ്ഞു. ബാബ ഭാരതി ने निकट जाकर उसकी ओर ऐसी आंखों से देखा जैसे बकरा कसाई की ओर देखता है और कहा यह घोड़ा तुम्हारा हो चुका है. അപ്പോൾ ബാബ ഭാരതിനെ നിക്കട്ട് ജാക്കർ, നിക്കട്ട് ജാനെന്ന് വെച്ചാൽ അടുത്തേക്ക് പോവുക. അങ്ങനെ അടുത്തേക്ക് പോയിട്ട് ഉസ്കി ഓർ ആസി ആഖോ സെ ദേക്ക, ഈ ഖഡക് സിംഗിനെ അങ്ങനത്തെ കണ്ണുകൾ വെച്ചാണ് നോക്കിയത്. എങ്ങനെ, ആര് നോക്കുന്നത് പോലെ, ജൈസെ ബക്ര കസായി കി ഓർ ദേക്താ ഹെ, എങ്ങനെയാണോ അറുക്കുന്നതിന് മുൻപ് ഒരു ബക്ര, ഒരു ആട് അതിന്റെ അറവുകാരനെ നോക്കുന്നത് അതുപോലെയാണ് നോക്കിയത്. ഓർ കഹ യ ഘോഡ തുമ്ഹാര ഹോ ചുക്കാ ഹെ, എന്നിട്ട് പറഞ്ഞു ഈ ഒരു കുതിര ഇനി നിന്റേതാണ് എന്ന്. मैं तुमसे इसे वापस करने के लिए ना कहूँगा, परंतु खड़क सिंह केवल एक प्रार्थना करता हूँ, इसे अस्वीकार ना करना, नहीं तो मेरा दिल टूट जाएगा. അങ്ങനെ ചെന്നിട്ട് പറയാണ്, ഞാൻ നിന്റെ അടുത്ത് ഈ ഒരു കുതിരയെ എനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് പറയില്ല. പക്ഷെ ഖഡക് സിംഗ്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പ്രാർത്ഥന കർത്താഹു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, ഞാൻ ഇന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇസെ അസ്വീകാർ നാ കർണ നഹി തോ മേരാ ദിൽ ടൂട്ട് ജായേഗ. അപ്പം എൻ്റെ ഈ റിക്വസ്റ്റിനെ നീ റിജക്റ്റ് ചെയ്യരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമാവും എന്ന് പറയാണ്. ബാബാജി ആഗ്യ കീജിയെ, मैं आपका दास हूँ, केवल घोड़ा न दूंगा. അപ്പം ഖഡക് സിംഗ് ഒന്ന് കളിയാക്കിയ പോലെ പറയാണ്, ബാബാജി പറഞ്ഞാലും ബാബാജി, എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം, ഞാൻ നിങ്ങളുടെ ദാസനാണ്, പക്ഷെ ഈ കുതിരയെ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് എന്നോട് പറയരുത് എന്ന് പറഞ്ഞു. അബ് ഘോഡെ കാ നാം ന ലോ, मैं तुमसे इस विषय में कुछ न कहूँगा. അപ്പോൾ ബാബ പറയാണ്, ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് ഈ കുതിരേനെ കൊണ്ടുവരേണ്ട, അതിനെക്കുറിച്ചേ അല്ല ഞാൻ നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മേരി പ്രാർത്ഥന കേവൽ യഹ് ഹൈ കി ഇസ് ഘട്ടന കോ കിസി കെ സാമനെ പ്രകട ന കർന. എൻ്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തെ കുറിച്ച് വേറെ ആരോടും നീ പറയരുത്, അതാണ്. खड़क सिंह का मुंह आश्चर्य से खुला रह गया. उसका विचार था कि उसे घोड़े को लेकर यहाँ से भागना पड़ेगा, परंतु बाबा भारती ने स्वयं उसे कहा कि इस घटना को किसी के सामने प्रकट न करना. അപ്പോൾ ഖഡക് സിംഗിനാണെങ്കിൽ ആശ്ചര്യം കൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഖഡക് സിംഗ് ഭയങ്കരമായിട്ട് ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. കാരണം ഖഡക് സിംഗ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്, ഈ കുതിരയെ മോഷ്ടിച്ചിട്ട് വേഗം അവിടുന്ന് ഓടി രക്ഷപ്പെടേണ്ടി വരും എന്നാണ്. പക്ഷെ ഇപ്പൊ ബാബ തന്നെ പറയുന്നു ഈ ഒരു സംഭവത്തെ കുറിച്ച് ആരോടും പറയരുത് എന്ന്. ഇസേ ക്യാ പ്രയോജൻ സിദ്ധ ഹോ സക്താ ഹെ, ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഖഡക് സിംഗിനെ बहुत सोचा, बहुत सिर मारा, परंतु कुछ समझ न सका. അങ്ങനെ ഖഡക് സിംഗ് കുറെ ആലോചിച്ചു, കുറെ ചിന്തിച്ചു കൂട്ടി, ഒന്നും മനസ്സിലായില്ല എന്താണ് അവിടെ നടക്കുന്നത് എന്ന്.
हार कर उसने अपनी आंखें बाबा भारती के मुख पर गाड़ दी और पूछा, बाबा जी इसमें आपका क्या डर है? അപ്പോൾ അങ്ങനെ അവസാനം ബാബാജിയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു ഖഡക് സിംഗ്, ഈ ഒരു കാര്യത്തിൽ ബാബാജിക്ക് എന്തിനെ കുറിച്ചാണ് പേടിയുള്ളത് എന്ന്. सुनकर बाबा भारती ने उत्तर दिया, लोगों को यदि इस घटना का पता चलता तो वे दीन दुखियों पर विश्वास न करेंगे. यह कहते कहते उन्होंने सुल्तान की ओर से इस तरह मुंह मोड़ लिया जैसे उनका उससे कभी कोई संबंध ही नहीं रहा हो. അപ്പം ഈ ഖഡക് സിംഗിന്റെ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ബാബ പറയാണ്, ഈ ഒരു സംഭവം ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും ദീൻ ദുഃഖിയോ പർ വിശ്വാസ് ന കരേങ്കെ, ശരിക്കും ഹെൽപ്പ് ആവശ്യമുള്ള വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് ആരും വിശ്വസിക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം സുൽത്താൻ്റെ അടുത്തുനിന്ന് മുഖം തിരിച്ചിട്ട് പോയി. അതായത് സുൽത്താൻ ആരാണെന്ന് അറിയേയില്ല, സുൽത്താനായിട്ട് ഈ ബാബ ഭാരതിക്ക് ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവിടുന്ന് തിരിഞ്ഞ് പോയത്. बाबा भारती चले गए परंतु उनके शब्द खड़क सिंह के कानों में उसी प्रकार गूंज रहे थे. അപ്പോൾ ബാബ ഭാരതി അവിടുന്ന് പോയി, പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഖഡക് സിംഗിന്റെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഗൂഞ്ജന എന്ന് വെച്ചാൽ മുഴങ്ങുക എന്നാണ്. സോച്ച്താ था कैसे ऊंचे विचार है, कैसे पवित्र भाव है. അപ്പോൾ എപ്പോഴും ഖഡക് സിംഗ് ആലോചിച്ചുകൊണ്ടിരുന്നത് എന്ത് ഉയർന്ന ചിന്താഗതിയാണ്, എന്തൊരു പവിത്രമായ ചിന്തയാണ് അദ്ദേഹത്തിന്റെ. उन्हें इस घोड़े से प्रेम था, इसे देखकर उनका मुख फूल की नाई खिल जाता था. അദ്ദേഹത്തിന് ഈ ഒരു കുതിരയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഈ കുതിരയെ കാണുമ്പോൾ ഒരു പൂ വിരിയുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് ആ പ്രസന്നത വിരിഞ്ഞുകൊണ്ടിരുന്നത്. कहते थे इसके बिना मैं रह न सकूंगा, ഇതില്ലാതെ ഞാൻ ജീവിക്കില്ല, എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. इसकी रखवाली में वे कई रात सोए नहीं. കുറേ നാള് അദ്ദേഹം ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറങ്ങിയിട്ടില്ല. ഭജൻ ഭിക്ത് നാ കർ രഖ്വാലി കർത്തെ രഹേ. പലപ്പോഴും ആ പ്രാർത്ഥന വരെ വേണ്ടാന്ന് വെച്ചിട്ട് ഇതിനെ നോക്കിക്കൊണ്ടിരുന്നു. പരന്തു ആജ് ഉൻകെ മുഖ് പർ ദുഃഖ് കി രേഖ തക് ദിഖായി ന പഡ്തി ഥി. പക്ഷെ അതിൻ്റെ ഒന്നും അത്രയൊരു അറ്റാച്ച്മെന്റ് ഉള്ളത് പോലത്തെ ഒരു വിഷമം, ഒരു സ്ലൈറ്റ് ബിറ്റ് ഓഫ് വിഷമം പോലും ആ ഒരു വ്യക്തിയുടെ മുഖത്ത്, അതായത് ബാബ ഭാരതിയുടെ മുഖത്ത് കാണാനില്ലായിരുന്നു. ഉനേ കേവൽ യഹ് ഖ്യാൽ ഥാ കി കഹി ലോഗ് ദീൻ ദുഃഖിയോ പർ വിശ്വാസ് കർണ ന ഛോഡ് ദേ. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ കുതിരയോടുള്ള സ്നേഹത്തിനേക്കാളും മുകളിൽ ഉണ്ടായിരുന്നത് ആവശ്യക്കാരെ അല്ലെങ്കിൽ പീഡിതരെ മറ്റുള്ളവർ വിശ്വസിക്കാതിരിക്കരുത്, അങ്ങനെ ഒരു സാഹചര്യം വരരുത് എന്നുള്ള ചിന്തയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആസാ മനുഷ്യ നഹി ദേവതാ ഹെ, അങ്ങനെ ഒരു മനുഷ്യനല്ല ദൈവമാണ് എന്നാണ് ഖഡക് സിംഗിന്റെ മനസ്സിലുള്ള ചിന്ത. രാത്രി കെ അന്ധകാർ മേ ഖഡക് സിംഗ് ബാബ ഭാരതി കെ മന്ദിർ പਹੁഞ്ച, ചാരോ ഓർ സന്നാട്ട ഥ. അങ്ങനെ രാത്രി ആ ഇരുട്ടത്ത് ഖഡക് സിംഗ് ഈ ബാബ ഭാരതി താമസിക്കുന്ന അവിടുത്തെ ആ അമ്പലത്തിന്റെ അവിടെ എത്തി. എന്നിട്ട് ചാരോ ഓർ സന്നാട്ട ഥ. സന്നാട്ട എന്ന് വെച്ചാൽ സൈലൻസ് ആണ്, നാല് പാടും ഭയങ്കര സൈലൻസ് ആയിരുന്നു. ആകാശ് മേ താരെ ടിംടിമ രഹേ ഥേ. ടിംടിമാന എന്ന് വെച്ചാൽ മിന്നിത്തിളങ്ങുക, ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. തോടി ദൂർ പർ ഗാവോ കെ കുത്തെ ഭോക് രഹേ ഥേ. അപ്പം കുറച്ച് ദൂരെ ആ ഗ്രാമത്തിലെ നായ്ക്കള് കുരയ്ക്കുന്നുണ്ടായിരുന്നു. മന്ദിർ കെ അന്തർ കോയി ശബ്ദ സുനായി ന ദേത്താ ഥാ. അപ്പൊ അമ്പലത്തിന്റെ ഉള്ളിൽ വേറെ ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല, കേൾക്കാൻ പറ്റില്ലായിരുന്നു. ഖഡക് സിംഗ് സുൽത്താൻ കി ബാഗ് പക്കടെ ഹുയേ ഥേ, വ ധീരെ ധീരെ അസ്തബൽ കെ ഫാട്ടക് പർ പਹੁഞ്ച. അങ്ങനെ ഈ കുതിരേനെയും കൊണ്ട് ഖഡക് സിംഗ് ഈ സ്റ്റേബിളിന്റെ വാതിലിന്റെ അവിടം വരെ എത്തി. ഫാട്ടക് ഖുലാ പടാ ഥാ. അപ്പോൾ സ്റ്റേബിളിൽ കുതിര ഇല്ലാത്തതുകൊണ്ട് ആ ഡോറ് തുറന്നാണ് കിടന്നിരുന്നത്. കിസി സമയ വഹാ ബാബ ഭാരതി स्वयं लाठी लेकर पहरा देते थे, परंतु आज उन्हें किसी चोरी किसी डाके का भय न था. അപ്പോൾ ഒരു സമയത്ത് അവിടെ ബാബ ഭാരതി സ്വയം തന്നെ ഇതിനൊക്കെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സുൽത്താനെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നടക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് ഒരു മോഷണത്തെക്കുറിച്ചോ ഒരു കൊള്ളയെക്കുറിച്ചോ അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ചും പേടിയില്ല, കാരണം അവിടെ സുൽത്താൻ ഇല്ല. ഖഡക് സിംഗ് ने आगे बढ़कर सुल्तान को उसके स्थान पर बांध दिया और बाहर निकलकर सावधानी से फाटक ബന്ദ് കർ ദിയ. അങ്ങനെ ഖഡക് സിംഗ് സുൽത്താനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ സ്ഥലത്ത് തന്നെ കെട്ടിയിട്ട് ഡോർ അടച്ചു, കെയർഫുൾ ആയിട്ട് ഡോർ അടച്ചു. സാവധാനി സെ ഫാട്ടക് ബന്ദ് കർ ദിയ എന്നാണ് പറയുന്നത്. അങ്ങനെ ഭയങ്കര കെയർഫുൾ ആയിട്ട്
ആ ഒരു ഡോർ അടച്ചു. ഇസ് സമയ ഉസ്കി ആഖോ മേ നേക്കി കെ ആസൂ ഥേ. അപ്പൊ ഈ സമയത്താണെങ്കിൽ ഈ ഖഡക് സിംഗിന്റെ കണ്ണില് ഒരു നല്ല പ്രവൃത്തി ചെയ്ത ആ ഒരു സന്തോഷമായിരുന്നു, നന്മയുടെ കണ്ണീരായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രി കാ തീസറാ പെഹർ ബീത് ചുക്കാ ഥാ. चौथा पहर आरंभ होते ही बाबा भारती ने अपनी कुटिया से बाहर निकल ठंडे जल से स्नान किया. അങ്ങനെ നേരം വെളുക്കാറായിട്ടുണ്ട്. അപ്പൊ ആ സമയത്താണ് ഈ ബാബ ഭാരതി കുടിലിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് കുളിച്ചു. उसके पश्चात इस प्रकार जैसे कोई स्वप्न में चल रहा हो उनके पांव अस्तबल की ओर बढ़े. അങ്ങനെ സ്വപ്നത്തിൽ ആരോ നടക്കുന്നത് പോലെയാണ് ഈ ബാബ ഭാരതി ഈ സ്റ്റേബിളിന്റെ അവിടേക്ക് നടന്നു വന്നത്. പരന്തു ഫാട്ടക് പർ പहुंचकर उनको अपनी भूल प्रतीत हुई. പക്ഷെ ഡോറിന്റെ അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് തന്റെ ഭൂല്, തനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് ഓർമ്മ വന്നത്. സാത്ത് ഹി घोर निराशा ने पाँव को मन मन भर का भारी बना दिया. പക്ഷെ അതോടൊപ്പം തന്നെ നിരാശ കാരണം അദ്ദേഹത്തിന്റെ കാലൊക്കെ ഭയങ്കര ഹെവി ആയ പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. കാരണം എന്താന്ന് വെച്ചാൽ എന്നും വരണ ഓർമ്മയിൽ വന്നതാണ്. പക്ഷെ ഡോറിന്റെ അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ഈ ഖഡക് സിംഗ് ഈ കുതിരേനെ മോഷ്ടിച്ചുകൊണ്ട് പോയല്ലോ എന്നുള്ളത്. അപ്പൊ അതിന്റെ നിരാശയാണ്, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിരാശയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. വേ വഹി റുക് ഗയേ. അദ്ദേഹം അവിടെ തന്നെ നിന്നു. ഘോഡെ ने अपने स्वामी के पांवों की छाप को पहचान लिया और जोर से हिनहिनाया. അപ്പോ ഈ കുതിരയ്ക്ക് തൻ്റെ യജമാനന്റെ ഫുട് പ്രിന്റ് കണ്ടാൽ മനസ്സിലാവും, അദ്ദേഹത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് കുതിരയ്ക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായപ്പോൾ അതൊരു ശബ്ദം പുറപ്പെടുവിച്ചു. अब बाबा भारती आश्चर्य और प्रसन्नता से दौड़ते हुए अंदर घुसे और अपने प्यारे घोड़े के गले से लिपटकर इस प्रकार रोने लगे मानो कोई पिता बहुत दिन से बिछड़े हुए पुत्र से मिल रहा हो. അങ്ങനെ ഈ ശബ്ദം കേട്ടപ്പോൾ ബാബ ഭാരതി ആശ്ചര്യത്തോടെ അതുപോലെ തന്നെ സന്തോഷത്തോടെ ആ ഡോറ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് ഈ കുതിരയുടെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കരയാൻ വേണ്ടി തുടങ്ങി. ആ കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് പിരിഞ്ഞിരിക്കുന്ന മകനെ തിരിച്ചു കിട്ടിയതുപോലെയാണ്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ടതുപോലെയാണ് തോന്നുക. ബിച്ചുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് ആയിരുന്ന. ബാർ ബാർ ഉസ്കി പീഠ് പർ ഹാത്ത് ഫേർത്തെ ബാർ ബാർ ഉസ്കെ മുഹ് പർ ഥപ്കിയാ ദേത്തെ. അങ്ങനെ ഈ കുതിരയുടെ പുറത്തു കൂടെ ഇങ്ങനെ കൈയോടിക്കും, അതുപോലെ തന്നെ അതിനെ തലോടും, അതിനെ സമാധാനിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ ടച്ച് ചെയ്യും. അങ്ങനെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഫിർ വേ സന്തോഷ് സെ ബോലെ അബ് കോയി ദീൻ ദുഖിയോ സെ മുഹ് ന മോടേഗ. അപ്പോൾ അദ്ദേഹം എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ പറയാണ്, ഇതിന് ശേഷം ആരും ദീൻ ദുഖിയോ സെ മുഹ് ന മോടേഗ. അതായത് ഹെൽപ്പ് ആവശ്യം വേണ്ട ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ആരും ഇനി അവരുടെ അടുത്ത് നിന്ന് മുഖം തിരിച്ച് പോവില്ല എന്ന്. ലാസ്റ്റ് അദ്ദേഹത്തിന്റെ വിശ്വാസം തന്നെയാണ് പ്രൂവ് ചെയ്തത്. എന്താണ്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം വരെ മറ്റുള്ളവരെ ആളുകൾ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതിന്റെ പേരിൽ, മറ്റുള്ളവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായം ആവശ്യമുള്ള, ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളൊരു ചിന്ത കൊണ്ട് മാത്രം അദ്ദേഹം അത്രയും പ്രിയപ്പെട്ട ആ ഒരു കുതിരേനെ വരെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. അങ്ങനെ ഉണ്ടായപ്പോൾ ഇത്രയും പ്രസിദ്ധനായിട്ടുള്ള ഒരു ഡാക്കു വരെ ഈ മോഷ്ടിച്ചു കൊണ്ടുപോയ സാധനം തിരിച്ചു കൊണ്ടുകൊടുത്തു. അപ്പൊ എന്താണ്, ആ ഒരു അത്യാഗ്രഹത്തിനേക്കാളും സെൽഫ്ലെസ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അത് എത്രയും നീചായിട്ടുള്ള ചിന്തയുള്ള ആളുകളുടെ മനസ്സിൽ വരെ കുറച്ചെങ്കിലും ഒരു നന്മ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ഇൻസിഡന്റ് വഴി മനസ്സിലായത്. അങ്ങനെ അവിടെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം സക്സസ്ഫുൾ ആവുകയാണ് ചെയ്തത്. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നാട്ടിൽ അറിയിക്കാം, കുഴപ്പമില്ലല്ലോ. അത് ഈ സ്റ്റോറിയുടെ ഭാഗമല്ല കേട്ടോ, അതങ്ങനെ പറഞ്ഞതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആദ്യം അദ്ദേഹം ഈ സംഭവം മറ്റുള്ളവർ അറിയരുത് എന്ന് പറഞ്ഞത് അപ്പം ശരിക്കും നീഡി ആയിട്ടുള്ള ആളുകളെ ആരും ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ആളുകൾ അറിയുകയാണെങ്കിൽ അത് നല്ലതല്ലേ.
ഈ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കണ്ടു, ഇദ്ദേഹം ചെയ്തൊരു നന്മ പ്രവൃത്തി കാരണം ഡാക്കുവിന്റെ വരെ മനസ്സ് മാറി എന്നുള്ള ഒരു കാര്യം നാട്ടിൽ പ്രചരിക്കുകയാണെങ്കിൽ എല്ലാവരും നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതാണ് ലാസ്റ്റ് അങ്ങനെ എഴുതാനുള്ള ഒരു കാരണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് തന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.